പുള്ളി വന്നോണ്ടിരിക്കുക. ആ ദേ വന്നല്ലോ. എന്നാ പൈസ പറയാ വിട്. ഓ എന്തായി എന്തായി കാര്യം? ഒന്നും ആയില്ല. അയാൾ ഇപ്പോഴും അകത്താ. എസ് ഐ ഇങ്ങോട്ട് വന്നിരുന്നു. ഇല്ലല്ലോ. വന്നില്ലേ? ഏയ് ഞാൻ വിളിച്ച് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ പേടിച്ച ഈ റീത്ത് എന്ത് ചെയ്യണം? ദേ വരുന്നുണ്ട്. ദേ വരുന്നുണ്ട്. സാറേ, ഞാൻ സതീശൻ പൂങ്കാവനം, പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. ഓ, നേരത്തെ ഫോൺ വിളിച്ച സാറില്ലേ? അതെ. സാറൊന്ന് വരി. വെയിറ്റ്. സാറേ, സതീശൻ സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടാ. പിന്നെ ഇനിയൊരു സ്ഥലം മാറ്റം, ഈ അനാഥപ്രേതം പോലുള്ള അലച്ചില് എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ. ഇപ്രാവശ്യം കൂടി സാർ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ അമ്മയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, കാര്യം കണ്ടു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കുന്നതന്നോ നിങ്ങള് പോലീസുകാർ. അയ്യോ, ഈ രാജനെ സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കൂല. എന്റെ മക്കളാണ് സത്യം. ഓ താങ്ക്സ്. പിന്നെ ഇത് ഈ പത്രക്കാരൻ ഏടാകൂടൊന്നും അറിയിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല. ഓ, അതിന് വലിയ ഉപകാരം ഉണ്ട് സാറ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മരിച്ചാലും മറക്കൂല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. ആ, എന്നാ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലേ? പോവാം. വാ. ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണേ? എന്റെ മാട്ടിനെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ. നീ അവിടുന്ന് വന്ന് ചെലവ് ഞാൻ അങ്ങോട്ട് തന്നോളാം. അല്ല പിന്നെ എന്റെ വർഗീസേ, അയാളെ കാണാൻ ആവേശത്തിന് വന്നതല്ലേ, നീ ഒന്ന് ക്ഷമി. എന്താ സാർ? ആര് ഈ ലോഡ്ജിന് ഓണർ? ഞാനാണ് സാർ. ഞാൻ നിരീക്ഷിച്ചു. ഇന്നിവിടെ വല്ല VIP വന്നിരുന്നു? BJP വന്നില്ല. ഉച്ചയ്ക്ക് 2-3 കോൺഗ്രസ്സുകാർ വന്നിരുന്നു പിരിവിനായിട്ട്. എന്നിട്ട് കൊടുത്ത? അത് പിന്നെ മിസ്റ്റർ രാജൻ, എന്താ മിസ്റ്റർ രാജൻ നോക്കുന്നത്? അല്ല സാർ, വിളിച്ച് എന്തെന്ന് നോക്കിയതാണ്. മിസ്റ്റർ രാജൻ, നമ്മൾ വന്ന കാര്യം മാത്രം സംസാരിക്കുക, അല്ലാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്ഥിരം പോലീസ് ഭാഷ നിർത്തണം മിസ്റ്റർ രാജൻ. ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കാരനല്ലേ? 103 സാർ. ഞാൻ മാറിക്കിടും സൂക്ഷിച്ച് കയറണം സാറേ. സാറേ, ഇതാണ് മുറി. ഇതിനകത്തുണ്ട്. എന്തിനു പടയണത്? അവിടെ നില്ലേ, ഞാൻ നോക്കട്ടെ. ഇവിടെ നിൽക്കണ എല്ലാവരും പറഞ്ഞു കേട്ടില്ല സാർ. പിന്നെ നടന്നു. അല്ലെങ്കിൽ ഈ ഇറക്കമാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. എനിക്ക് എടാ, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. പിന്നെ വിളിക്ക്. ഒന്നാടണിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ തത്ത പറയും പോലെ പറയൂ. പറ. പറയല്ലേടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? മറ്റേ മോനെ, SI രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറ സാറേ, എല്ലാത്തിനും പിന്നിൽ പറയും സലാപ്പിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റാണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പലില്ല സാറേ. ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് ഇവിടെ ഇട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ?
നീ പോലീസ് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ SI രാജിനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയുണ്ടാ ഉരുട്ടല്? എങ്ങനെയുണ്ടാ? കളി എന്നോടാ. ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ ഒളിക്കാൻ കൊണ്ട് ഇട്ടിക്കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? നീ പറയില്ലല്ലേ? ആ, അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവാ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ. പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ? കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ലോ. പോണോ? അയ്യോ, നടടാ അങ്ങോട്ട്. ഡേടേ, ഇവിടെ വാ. നടക്കടാ. വാ. മാറില്ല. മിസ്റ്റർ രാജൻ, സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച ഇവിടെ ആയല്ലോ. അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പ്യാരെടുത്ത് വിളിച്ച്? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു തോന്നുന്നു. ഇല്ല സാറേ, 2 പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, 2 അല്ല 3 പ്രാവശ്യം. കൊറേ വിളിച്ചല്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ. അയ്യോ, ചിരിച്ചല്ല കരനാണ് സാറേ. നിനക്കൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ട് അറിയാലടാ ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും 14 ദിവസം കിടക്കും. ഞാൻ ഒരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയത്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ? അല്ലേടാ. ഇത് രണ്ടായിട്ട് എഴുതിയത്. ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ. വാടാ. സാറേ, ഇനി നിനക്കെന്തിര്? സാറേ, ഇത് കേസാകരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പൊടി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. പിന്നെ ഇവര് കാമുകന്മാരാ സാർ. ഇവര് കാമുകന്മാര്? ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവരെന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്ന താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ, പ്ലീസ് സാറേ, സഹായിക്കണം. കേട്ടോ, മാറില്ല. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എന്തിനാ ചൂഷണത്? സാറേ, പേടിച്ചിട്ടാ സാറേ. ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്. പറയടാ. ശരി സാർ. ആണോടി? അതെ സാറേ. പക്ഷെ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ. അത് സാറ് പോലീസായിട്ട് തോന്നണേ സാറേ. കള്ളല്ല സാറേ, സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ, എന്തിനാ സാറേ? നിന്റെ തന്തയുടെ നമ്പർ പറയടാ. 9349146314. പിന്നെ നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ, എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളതൊരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. കോമളെങ്കിൽ കോമളൻ നമ്പർ പറയും. 9344684361. ഇതിനകത്ത് കയറി കയറാ നീ. ഇനി എന്തിനു ചെയ്യണമെന്ന്
ഞാൻ തീരുമാനിച്ചോളാം.